ഒരു ശരീരം നിർമ്മിക്കാൻ ധാരാളം മിനറൽസിൻ്റെ അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, മെഗ്നീഷ്യം. അതായത് ഓരോ മിനറൽസിനും ഓരോ രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ശരീരത്തിൽ മെഗ്നീഷ്യം എന്തൊക്കെയാണ് ബോഡിയിൽ ചെയ്യുന്നത്, അത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിച്ചു തരിക, ഇനി ആ ഡെഫിഷ്യൻസീസ് ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. മെഗ്നീഷ്യം അതായത് സെക്കൻഡ് മോസ്റ്റ് മിനറൽ നീഡഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. ഡെയിലി ഒരു 310 മുതൽ 410 മില്ലിഗ്രാം മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഫങ്ഷൻസ് ആണ് ബോഡിയിൽ ചെയ്യുന്നത്. ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. മെഗ്നീഷ്യത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ മസിൽസ്, പേശികളെ കൺട്രാക്ട് ചെയ്യാനും സങ്കോചിക്കാനും വികസിക്കാനും സഹായിക്കുന്നത്, കൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിന് മസിൽസ് കവേർഡാണ്. കുറേ മസിൽസ് കവേർഡ് ആയതുകൊണ്ട് തന്നെ ആ മസിൽസ് വിഘടിക്കാനും അല്ലെങ്കിൽ ആ പേശികൾ വിഘടിക്കാനും സങ്കോചിക്കാനും ഈ ഒരു മെഗ്നീഷ്യം അത്യാവശ്യമാണ്. ശരീരത്തിന് എനർജി, നമ്മളൊരു വർക്ക് ചെയ്യാനും ചിന്തിക്കാനും എല്ലാം നമുക്ക് ഊർജം അത്യാവശ്യമാണ്. അതിനാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റേസ്, ആ ഒരു എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ATPനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. ശരീരത്തിലെ എൻസൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ എൻസൈംസ് അത്യാവശ്യമാണ്. അതായത് ലിവറിൽ നടക്കുന്ന റിയാക്ഷൻസിന് എൻസൈംസ് അത്യാവശ്യമാണ്. അങ്ങനെ ഓരോ ഫങ്ഷൻസിനും എൻസൈംസ് അത്യാവശ്യമാണ്. ആ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ ഉൽപ്പാദിപ്പിക്കാൻ മെഗ്നീഷ്യം അത്യാവശ്യമാണ്. അതൊരു നാച്ചുറൽ ബീറ്റ ബ്ലോക്കറാണ്. അതായത് ഹൃദയത്തിൽ എന്തെങ്കിലും രക്തക്കൊള്ളുകൾക്ക് എന്തെങ്കിലും ബ്ലോക്കുകളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ബീറ്റ ബ്ലോക്കേഴ്സാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ എന്തെങ്കിലും കാൽഷ്യം ഓക്സലേറ്റ്സ്, അതായത് കാൽഷ്യം ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ഓക്സലേറ്റ്സ് ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മസിൽ ക്രാംസ്, മസിൽസിൻ്റെ സങ്കോചവും അതേപോലെ മസിൽസിൻ്റെ ആ ഒരു പിടുത്തമൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. ശരീരത്തിലെ കൊളസ്ട്രോൾ മെറ്റബോളിസം ഈസിയാക്കാൻ, കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ട്രൈഗ്ലിസറൈഡ്സ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, അങ്ങനെ പല ടൈപ്സിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൊളസ്ട്രോൾ പ്രൊഡക്ഷന് സഹായിക്കുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് മെഗ്നീഷ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ, അഡിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സ്ട്രെസ് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും, അതായത് നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് മേ ബി നിങ്ങളുടെ ശരീരത്തിൽ മെഗ്നീഷ്യം ഡെഫിഷ്യൻസീസ് ആവാം. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു മെഗ്നീഷ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ ബോൺസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും ബോൺസിൻ്റെ ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യുന്നതും എല്ലാം മെഗ്നീഷ്യമാണ്. ശരീരത്തിൽ നോർമൽ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു മെഗ്നീഷ്യൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 1.7 to 2.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററാണ് നമ്മുടെ ശരീരത്തിന് മെഗ്നീഷ്യത്തിൻ്റെ അളവ് വേണ്ടത്. ഇനി ഈ മെഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. പക്ഷേ ആളുകൾ ഇതത്ര നിസ്സാരമായി കരുതാറില്ല. എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു മെഗ്നീഷ്യം ലെവൽ ചെക്ക് ചെയ്യുക. അപ്പോഴാണ് അതിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തേത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എസ്പെഷ്യലി പേശികൾക്ക് ഉണ്ടാവുന്ന വേദനകൾ, മസിൽ ക്രാംസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മസിൽസ് കോച്ചി പിടിക്കുക, അല്ലെങ്കിൽ മസിൽസ് ഭയങ്കരമായിട്ട് സ്റ്റിഫാവുക, വേദന അനുഭവപ്പെടുക, എസ്പെഷ്യലി കണങ്കാലിന് ചുറ്റുമുള്ള മസിൽസ്, കാഫ് മസിൽസ്, അതേപോലെ നമ്മുടെ ഓരോ ബോഡി പാർട്സിലുള്ള പേശികൾക്കെല്ലാം ഈ ഡാമേജസ് വരുന്നു. ക്ഷീണം അനുഭവപ്പെടാം, മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടാം, മാനസികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം. അതായത് ഈ ഒരു മെഗ്നീഷ്യൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് മെഗ്നീഷ്യത്തിന് എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ
മാനസികമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആവുക, ഇറിറ്റേറ്റഡ് ആവുക, ദേഷ്യം വരിക, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഗ്നീഷ്യത്തിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു നാച്ചുറൽ ബീറ്റ ബ്ലോക്കറാണ്. അതായത് ഹൈപ്പർ ടെൻഷൻ, അതായത് അധികമായിട്ടുള്ള രക്തസമ്മർദ്ദം പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം ഈ ഒരു മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടാം, ഛർദി, തലവേദന, ഉറക്കക്കുറവ്, ഓക്കാനം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മസിൽസ് വേദനയാവും, ശരീരം മൊത്തം വേദന അനുഭവപ്പെടുക, ക്ഷീണം വരിക, സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കാണിക്കുക, വിശപ്പില്ലാത്തൊരവസ്ഥ വരിക. അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മേ ബി മെഗ്നീഷ്യം ഡെഫിഷ്യൻസീസ് ആവാം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഡെയിലി ഒരു BP ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളെ ഭക്ഷണത്തിലൂടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മെഗ്നീഷ്യം അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഹൃദയത്തിൻ്റെ ആ ഒരു ഇടിപ്പ് അല്ലെങ്കിൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ആയിരിക്കാം, ഹൃദയത്തിൽ നിന്നൊരു വെയിറ്റ് എടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുക, ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുക, പ്രതിരോധശേഷി കുറഞ്ഞു പോവുക, മസിൽസ് അതേപോലെ തന്നെ ബോൺസൊക്കെ വേദന അനുഭവപ്പെടുക, പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവുക, സീസേഴ്സ് അതായത് അപസ്മാരത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വൊമിറ്റിംഗ്, വിശപ്പില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ശരീരത്തിൽ മെഗ്നീഷ്യം കുറയുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പം ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രമേഹത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മാൽ ന്യൂട്രീഷൻ അതായത് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ശരീരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ കുട്ടികളിലാണ് എസ്പെഷ്യലി ഉണ്ടാവുക. അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ഡയേറിയ, നിങ്ങൾക്ക് വയറിളക്കത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത്തരം പ്രശ്നങ്ങളിലാണ് മെഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു പോകുന്നത്. ഇനി എന്തൊക്കെ കണ്ടീഷൻസിലാണ് മെഗ്നീഷ്യം വർദ്ധിച്ചു വരുന്നത്? കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻ, മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉള്ള ആളുകൾക്കും, അതേപോലെ തൈറോയിഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉള്ള ആളുകൾക്കും മെഗ്നീഷ്യം വർദ്ധിച്ചു വരിക. ഇനി ചില അസുഖങ്ങളാവട്ടെ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻസിൻ്റെ കേസസിലും ഇത്തരം മെഗ്നീഷ്യം വേരിയേഷൻസ് കാണിക്കാം. നിങ്ങൾ എന്തെങ്കിലും ആൽക്കഹോൾ അഡിക്ഷൻസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ബർത്ത് കൺട്രോൾ പിൽസൊക്കെ കഴിക്കുന്ന ആളുകൾക്കും മെഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഭക്ഷണ രീതികളിലൂടെയും മെഗ്നീഷ്യം ഡെഫിഷ്യൻസ് ആവാം. അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാനം, സ്മോക്കിംഗ്, ഉറക്കക്കുറവ്, വ്യായാമമില്ലാത്തൊരവസ്ഥ, കൂടുതലായിട്ടും ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഓയിലി ഫുഡ്സൊക്കെ കൂടുതലായിട്ടും കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തുക, സീഡ്സ് ഉൾപ്പെടുത്തുക, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതേപോലെ തന്നെ ഡെയിലി നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. ഹെൽത്തി ഫാറ്റ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം കൊളസ്ട്രോൾ മെറ്റബോളിസത്തിനെ ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് മെഗ്നീഷ്യത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, ധാരാളം ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് അതാദ്യം കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് അവർ പറയുന്ന മെഡിസിൻസും നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്